ഞാൻ സത്യമായിട്ട് ആദ്യം വിചാരിച്ചത് എന്തോ ഏപ്രിൽ ഫൂൾസിന്റെ വാർത്തയാണെന്നാണ്. ആരോ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർത്ത പോലെ ഉണ്ടായിരുന്നു ആദ്യം വായിച്ചപ്പോൾ. പിന്നീട് നോക്കിയപ്പോഴാണ് സംഭവം സത്യമാണ്. ഈ ഡേവിഡ് ഫിഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ഉണ്ടല്ലോ, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ്. പക്ഷെ ഉള്ളത് പറയാലോ, ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതായത് പുള്ളിയുടെ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് സിനിമ ഇറങ്ങുമ്പോൾ ആർക്കും ഇത് മനസ്സിലാവൂല്ല, എല്ലാവരും സിനിമ ഫ്ലോപ്പ് ആക്കും. ആ ഫൈറ്റ് ക്ലബ് തൊട്ട് തുടങ്ങിയതാണ്. ഇത്ര കൾട്ട് ക്ലാസ് ആയിട്ടുള്ള സിനിമ വരെ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. അതുപോലെ പുള്ളിയുടെ ഏത് സിനിമ എടുത്താലും ഭയങ്കര ലാഭമുള്ള, ഒരുപാട് കളക്ട് ചെയ്ത പ്രൊഡ്യൂസർക്ക് ഭയങ്കര ലാഭമുള്ള സിനിമ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ എടുക്കുന്ന സിനിമകളൊക്കെ അമ്മാതിരി സിനിമകളാണ്, ഒന്നും പറയാനുമില്ല. അപ്പൊ അങ്ങനെ ഒരു ചീത്തപ്പേര് ഓൾറെഡി ഉണ്ട്. പുള്ളിയാണ് മൈൻ ഹണ്ടർ 2 സീസൺ എടുത്തു വെച്ചിട്ട് 3ാമത്തെ സീസൺ എടുക്കുന്നേ ഇല്ല. അതൊഴിച്ച് ബാക്കി എല്ലാം ചെയ്യാനും സമയമുണ്ട്. ഇയാള് കാരണമാണ് 3rd സീസൺ വരാത്തതെന്നാണ് നെറ്റ്ഫ്ലിക്സുകാരും കൂടെ പറയുന്നത്. എന്നിട്ട് ഇതേ ആള് നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഓരോ വേണ്ടാത്ത സിനിമകൾ ചെയ്യും. അവസാനം ഇറങ്ങിയ കില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഫിഞ്ചർ ലെവലൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ടാരന്റീനോ ഇല്ലേ, പുള്ളിയുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ടല്ലോ, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടാരന്റീനോ ഒരു ലോഡ് സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആ സിനിമയിൽ ബ്രാഡ് പിറ്റ് ചെയ്ത ഒരു ക്യാരക്ടർ ഇല്ലേ, ക്ലിഫ് ബൂത്ത് എന്ന് പേരുള്ളത്, പുള്ളിയുടെ ഒരു ബാക്ക് സ്റ്റോറി, പുള്ളിയുടെ ഒരു സ്റ്റോറിയുടെ ഒരു സ്ക്രിപ്റ്റ് ടാരന്റീനോ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ക്വിന്റിൻ ടാരന്റീനോ ഓൾറെഡി ബിസിയാണ്. പുള്ളിയുടെ 10ാമത്തെ സിനിമ, അവസാനത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്തോണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണം. അങ്ങനെ ടാരന്റീനോ തന്നെ ഫിഞ്ചറിനെ ഏൽപ്പിച്ചു എന്നാണ് പുതിയ വാർത്ത വരുന്നത്. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡിന്റെ ഒരു സീക്വലോ ഒരു സ്പിൻ ഓഫ് പോലത്തെ എന്തോ ഒരു സിനിമ, ബ്രാഡ് പിറ്റ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു സിനിമ നമ്മുടെ ഫിഞ്ചർ ആശാന് ഡയറക്ട് ചെയ്യാൻ പോവുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ സെലക്ടഡ് സിനിമ തിയേറ്റേഴ്സിലൊക്കെ റിലീസ് ഉണ്ടാവും. എന്തായാലും ചെറിയ സിനിമയൊന്നും ആയിരിക്കില്ല, വലിയ സിനിമ തന്നെ ആയിരിക്കും. മൈൻ ഹണ്ടർ ചെയ്യാനൊന്നും സമയമില്ല, ബാക്കി ഇങ്ങനത്തെ വേണ്ടാത്തൊക്കെ ചെയ്യാൻ നല്ല സമയമുണ്ട്. എനിക്കൊന്നും പറയാനില്ല.